ഇത് മുല്ലപ്പൂവാണല്ലോ. നിനക്കറിയില്ലേ നാം നമ്മുടെ കണ്ണന് പാരിജാത പുഷ്പങ്ങളെ അർപ്പിക്കുമെന്ന്? എന്തു ചെയ്യാനാ? പുറത്തു പോകുന്നത് തടഞ്ഞിരിക്കുന്നു. റാണി പൂന്തോട്ടത്തിൽ പോകാനുള്ള അനുവാദം പോലും നൽകിയില്ല. തൽക്കാലം ഇത് ഉപയോഗിച്ചാലും അവിടുന്ന് തന്നെയല്ലേ പറയാറ് പൂജ മനസ്സുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന്. മനസ്സനുവദിക്കുന്നതേയില്ല മുല്ലപ്പൂക്കൾ അർപ്പിക്കുവാൻ. കാരണം അങ്ങനെയായാൽ ഇന്നത്തെ പൂജ അപൂർണമായി തോന്നാം. എന്തിനാ മടിക്കുന്നത്? യോദ്ധാവല്ലേ, പോരാട്ടത്തെ ഭയപ്പെടില്ല. എന്ത് യോദ്ധാവാണ് നിങ്ങൾ? ശത്രുവിന്റെ ശിരസ് ഛേദിക്കാൻ ഭയപ്പെടുന്നോ? നിന്റെ വിവാഹത്തിന് ഞാൻ ഉറപ്പായും ഉണ്ടാകും. ഏറ്റവും സന്തോഷിക്കുന്നതും നാം തന്നെയായിരിക്കും. ചെറിയച്ഛൻ നിനക്ക് വരനെ കണ്ടെത്തിയെന്ന് കേട്ടു. ഈ ഉത്തരവാദിത്തം നാം നിങ്ങൾക്ക് നൽകിയിരുന്നതാണ്. നിങ്ങൾ ഇയാളെ വധിക്കണമെന്നുള്ള നിങ്ങൾക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ജോലി നമുക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് മാത്രം നടക്കില്ല സുജാമൽ. അവസരത്തെ ഉപയോഗിക്കണം. പരാജയപ്പെട്ടാൽ പിന്നെ അമീറിനെ മറക്കേണ്ടി വരും. നമ്മുടെ സിംഹാസനത്തിന്റെ അടുത്ത അവകാശി അദ്ദേഹത്തിന്റെ പേരാണ് ധീരനായ ഭഗവാൻ ദാസ്. രാജാവ് സൂര്യപാൻ മരിച്ചു വീണു! രാജാവ് സൂര്യപാൻ മരിച്ചു വീണു! മരണം വരെയും രജപുത്രർ പോരാടിക്കൊണ്ടിരുന്നു. അവർ ബലം കൊണ്ട് പോരാടിയപ്പോൾ മുഗളന്മാർ ബുദ്ധി കൊണ്ട് പോരാടി. രജപുത്രർ നേർക്കുനേർ യുദ്ധം ചെയ്തു. എന്നാൽ മുഗളന്മാർ പിന്നിൽ നിന്നും. യുദ്ധത്തിൽ ആദർശം പാലിച്ചതിന്റെ ഫലമായി രജപുത്രർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തടവിലാക്കൂ എല്ലാവരെയും.
സുമിത്ര, സുമൻ, ലളിത ഒന്ന് വേഗം വരൂ. നോക്കൂ, വിളക്കുകൾ അണയുന്നു. നാം അമീറിൽ ഇരുട്ട് പടരാൻ അനുവദിക്കില്ല. എത്ര ശക്തിയുള്ള കാറ്റായാലും അമീറിന്റെ വെളിച്ചത്തെ ഇല്ലാതാക്കില്ല. മുത്തശ്ശി, നോക്കൂ, എന്തൊരു കൊടുങ്കാറ്റാണെന്ന്. നമുക്ക് പേടിയാവുന്നു. ഇതെന്തെങ്കിലും അപശകുനമായിരിക്കുമോ? എന്ത് അപശകുനമാണ് ജോധ? ഇത് കാലാവസ്ഥയുടെ മാറ്റമാ. കൊടുങ്കാറ്റ് വന്നതും വിളക്കുകൾ അണഞ്ഞതും അതുകൊണ്ടാണ് മകളെ. ഇതിനു മുമ്പും കൊടുങ്കാറ്റ് ഉണ്ടായിട്ടില്ലേ? പക്ഷെ അമീറിൽ ഒരിക്കലും അന്ധകാരം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അവിടുന്ന് പറഞ്ഞത് ശരിയാണമ്മേ. അമീറിൽ ഒരിക്കലും ഇരുട്ടുണ്ടാകില്ല. നമുക്ക് നമ്മുടെ ശൂരവീര യോദ്ധാക്കളിലെ സൈന്യത്തിലും പൂർണ്ണമായ വിശ്വാസമുണ്ട്. അമീറിന് നേരെ വരുന്നത് ആരായാലും അവർ അയാളുടെ ശിരസ് ഭേദിക്കുന്നതാണ്. ജ്യോത തെളിക്കുന്ന വിളക്ക് ഒരിക്കലും അണയില്ല. അല്ലയോ അമ്മേ, എല്ലാവരെയും രക്ഷിച്ചാലും. വളരെ നല്ല വാർത്ത. ഷറഫുദ്ദീൻ അമീറിനെ ആക്രമിച്ചിരിക്കുന്നു. എന്ത് കാര്യമാണോ നാം ചെയ്യാൻ ആഗ്രഹിച്ചത് അത് അയാൾ ചെയ്തിരിക്കുന്നു. അമീറിനെ ആക്രമിച്ചു എന്നതിൽ ഇത്രയധികം സന്തോഷിക്കാൻ എന്താണുള്ളത് ജലാൽ? അമീറിൽ അങ്ങനെ എന്താണുള്ളത്? ഒരു ചെറിയ ദേശമല്ലേ? അങ്ങയുടെ ദൃഷ്ടി മുഴുവൻ ഹിന്ദുസ്ഥാനിലുമാണ് വേണ്ടത്. ഹിന്ദുസ്ഥാനിൽ നാം ഭരണം നടത്തും വല്യുമ്മ. പക്ഷെ അമീറിൽ ഭരണം പിടിച്ചടക്കുക എന്നത് വളരെ വളരെ അത്യാവശ്യ കാര്യമാണ്. നമ്മോട് ക്ഷമിച്ചാലും ജലാൽ, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അമീറിൽ അങ്ങനെ എന്താണുള്ളത്? അത് ആഗ്രയിൽ ഇല്ലാത്തത് ഈ മുഴുവൻ ഹിന്ദുസ്ഥാനിലും ഇല്ലാത്തതാണ് വല്യുമ്മ. എന്താണത്? ഈ വല്യമ്മയോട് പോലും പറയാൻ കഴിയാത്തതായി? അങ്ങനെ എന്ത് രഹസ്യമാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത്? എന്ത് രാജകുമാരന്മാരാണ്! ഇത്ര പോലും അറിയില്ലേ ആരുടെ മുന്നിലാണോ തോൽക്കുന്നത് അയാൾക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കണമെന്ന്? നിങ്ങളുടെ ഈ പുതിയ രാജാവിന് മുൻപിൽ തല താഴ്ത്തു. നിങ്ങൾ എന്ത് മുകളനാണ്? ഇത്ര പോലും അറിയില്ലേ രാജകുമാരന്മാർക്ക് സ്വന്തം ശിരസ് ഭേദിക്കാൻ സാധിക്കുമെന്നാൽ താഴ്ത്താൻ സാധിക്കില്ലെന്ന്? അപ്പോൾ നിങ്ങളുടെ ഭേദിച്ച ശിരസ് നിങ്ങളുടെ പിതാവിന് അയച്ചു കൊടുക്കേണ്ടി വരും. തീർച്ചയായും അയച്ചോളൂ. അത് കാണുമ്പോൾ അദ്ദേഹം അഭിമാനിക്കും. കാരണം പുത്രന്മാരുടെ ശിരസ് ഛേദിക്കപ്പെട്ടു, എന്നാൽ കണ്ണുകൾ ശത്രുക്കളെ വെല്ലുവിളിക്കുകയായിരുന്നുവെന്ന്. ഇത്രയും അഹങ്കാരമോ? എന്നാൽ നമുക്കിപ്പോൾ വേണ്ടത് നിങ്ങളുടെ ഭേദിച്ച ശിരസല്ല, നിങ്ങളുടെ എല്ലാവരുടെയും തകർന്ന മനസ്സാണ്. അത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് സഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അവസാനം നമുക്ക് മുൻപിൽ തല താഴ്ത്തി നിൽക്കും. ആ ദിവസം ഒരിക്കലും ഉണ്ടാവില്ല ഷറഫുദ്ദീൻ. ആ ദിവസം വന്നിരിക്കുന്നു, ആ ദിവസം വന്നിരിക്കുന്നു. അമീർ ഇപ്പോൾ നമ്മുടേതായി കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. എപ്പോൾ വരെ അമീറിൽ വീരശൂരന്മാരിൽ ഒരാളെങ്കിലും ബാക്കിയുണ്ടോ, അമീറിനെ സ്പർശിക്കാൻ പോലും ആകില്ല. മിണ്ടരുത്. സുബൈദാർ, അമീർ ഇപ്പോൾ അങ്ങേക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇവരോട് ഇനി എന്ത് സംസാരിക്കാനാണ്? ഇനി രാജാവ് ബാർമലിനോടാണ് സംസാരിക്കേണ്ടത്. നമുക്ക് ഈ രാജാക്കന്മാരുടെ അഹങ്കാരം ഇല്ലാതാക്കണം. രാജാ ബാർബലിന് നമ്മുടെ സന്ദേശം അയച്ചാലും അതും ഈ വിലപിടിപ്പുള്ള സമ്മാനവുമായി സന്ദേശം എഴുതൂ.
നമ്മെ ആക്രമിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. സേനാപതിക്ക് അറിയിപ്പ് നൽകൂ. കവാടം ഉടൻ അടയ്ക്കൂ. റാണി മുഗളന്മാർ ആക്രമണത്തിന് ഉത്തരവിട്ടു. എന്താ? അതെ റാണി. അമ്മേ, മുഗളന്മാർ ആക്രമണം നടത്താൻ പോകുന്നു. സ്ത്രീകളെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. നിങ്ങൾ ജ്യോതി, സുകന്യ, ശിവാനി എല്ലാം സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റൂ. വേഗം വേഗം ആവട്ടെ. വേഗം. സുബൈദാർ ഷറഫുദ്ദീന്റെ ഉത്തരവ് പൂർത്തിയായി. തിരികെ പോകാം. നിൽക്കൂ ഭടന്മാരെ. അമീറിന്റെ ഹൃദയത്തിൽ യുദ്ധം ചെയ്യാൻ വന്നതല്ലേ, എന്നിട്ട് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? നിൽക്കൂ. പിതാശ്രീ, ഇത് ഷറഫുദ്ദീൻ അയച്ച സന്ദേശമാണ്. വായിക്കൂ. രാജാ ബാർബൽ, യുദ്ധം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അമീറിനെ പറ്റി തീരുമാനിക്കാൻ അങ്ങയുമായി നമുക്ക് സംസാരിക്കണം. അതുകൊണ്ട് നമ്മെ വന്ന് കാണുക എത്രയും വേഗം. അഥവാ 8 നാഴികയ്ക്കുള്ളിൽ നമ്മെ വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അമീറിലെ 3 രാജകുമാരന്മാർക്കും വായിക്കൂ ഭഗവാൻ. അമീറിലെ 3 രാജകുമാരന്മാരുടെ മരണത്തിന് കാരണം അമീർ തന്നെയായിരിക്കും. അവർ 3 പേർക്കും അതേ അവസ്ഥ തന്നെ ഉണ്ടാകും. മുഴുവൻ വായിക്കൂ ഭഗവാൻ ദാസ്. എന്താ നിർത്തിയത്? ആദ്യം അവരുടെ ഭീഷണി അറിയണം, എന്നിട്ട് അവരുടെ ഭാഷയിൽ അവർക്ക് മറുപടി നൽകണം. വായിക്കൂ. 3 പേർക്കും അതേ അവസ്ഥ തന്നെ ഉണ്ടാവും. അമീറിന്റെ വരാൻ പോകുന്ന മരുമകന് സംഭവിച്ചതെന്തോ അത് തന്നെ. അമീറിന്റെ രാജകുമാരിയുടെ ഭാവി വരന്റെ ശിരസ് സമ്മാനമായി തന്നേക്കുകയാണ്. ഇനി സ്വന്തം പുത്രന്മാരുടെ ശിരസ് എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കുക എന്ന് മുഗളന്മാരുടെ പടത്തലവൻ ഷറഫുദ്ദീൻ. നാം ജലാലുദ്ദീന്റെ ശിരസർത്ത് രാജാവ് ബാർബലിന്റെ കാൽക്കൽ വെക്കും. ഇത് നമ്മുടെ ഉപഹാരമായിരിക്കും. രാജകുമാരി ജ്യോതയ്ക്കും മുഴുവൻ അമീറിനുമുള്ള. ആരാണോ നാം തമ്മിലുള്ള യാത്ര പറച്ചിലിന് സാഹചര്യം ഒരുക്കിയത്, അയാളോട് നാം ഒരിക്കലും ക്ഷമിക്കില്ല. ഒന്നുകിൽ നാം ജീവനോടെ ഉണ്ടാകും, അല്ലെങ്കിൽ
ജോധ 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 കണ്ണു തുറക്കൂ പുത്രി. ഇനി ശകുനി ഭായ് പറഞ്ഞതെല്ലാം സത്യമാകുമോ? വിധി അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിധി നിന്റെ മകൾ ജോധയെ അവളുടെ വിധിക്കരികിൽ എത്തിച്ചിരിക്കുകയാ. ഇല്ല, ജോധ നമ്മോട് സംസാരിക്കൂ. അമ്മേ, ജോധ എനിക്ക് നിന്റെ കണ്ണുകളിൽ കണ്ണുനീർ കാണാനാവില്ല. ചിന്തിക്കൂ മകളെ, നീ ഒരു ഭരണാധികാരിയുടെ മകളാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്താനായി ജനിച്ചവളാണ് നീ. കണ്ണുനീർ വാർക്കരുത്. ഭരണാധികാരി സ്വന്തം മരണം കൊണ്ടായാൽ പോലും ദേശത്തെ സംരക്ഷിക്കുന്നു, ഒരിക്കലും വിലപിക്കാറില്ല. നീ അമീറിലെ രാജകുമാരിയാണ്. അമീർ ഈ സമയം ആപത്തിലാണ്. നീ ധൈര്യത്തോടെ ഇരുന്നേ മതിയാകൂ. ഭയപ്പെടാൻ പാടില്ല. അവരെ നേരിടുക തന്നെ ചെയ്യും. നിങ്ങളിൽ ആരും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭർത്താക്കന്മാരെ രക്ഷിക്കാനായി ബാർബലുണ്ട്. കാരണം അദ്ദേഹം അമീറിന്റെ രാജാവ് മാത്രമല്ല, അവരുടെ അച്ഛൻ കൂടിയാണ്. പിതാവ് എന്നതിലുപരി നാം അമീറിലെ രാജാവാണ്. നമ്മെ സംബന്ധിച്ച് രാജധർമ്മമാണ് ഏറ്റവും മുകളിൽ. അതിനാൽ തന്നെ നാം ആദ്യം ചിന്തിക്കുക അമീറിനെ കുറിച്ചായിരിക്കും, കുടുംബത്തെ കുറിച്ച് പിന്നീടും. അമീറിന്റെ പ്രതിച്ഛായക്ക് ഒരിക്കലും കളങ്കമുണ്ടാക്കാൻ തയ്യാറല്ല. നമ്മൾ അവരോട് ജയിച്ചില്ലെങ്കിൽ എന്താ, പക്ഷേ നമ്മൾ ഇതുവരെ അവരോട് തോൽവി സമ്മതിച്ചിട്ടില്ല. നാം അവർ പറയുന്നതൊന്നും കേൾക്കുകയുമില്ല, ഒന്നും അനുസരിക്കുകയുമില്ല.